ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനിത് നിങ്ങളോട്ട് ഷെയർ ചെയ്യണോ ഷെയർ ചെയ്യണ്ടയോ, അല്ലെങ്കിൽ വേണോ അല്ലെങ്കിൽ വേണ്ടേ എന്നും പറഞ്ഞൊരു കൺഫ്യൂഷനിലായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഷെയർ ചെയ്യുക അല്ലേ. അവർക്ക് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പിന്നെ നമുക്കത് പ്രതികരിച്ചാലെന്ത്. അപ്പം ഞാൻ മറ്റാരെക്കുറിച്ചുമല്ല പറയുന്നത്. ഇപ്പോഴും വളരെ വൈറലായ ഒരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിലൂടെയൊക്കെ എയറിൽ കയറി നിൽക്കുന്ന അഫിശ്രീ വ്ളോഗ്സിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അഭിഷേകിനെ നിങ്ങൾക്കറിയാം, ശ്രീകുട്ടിയെ നിങ്ങൾക്കറിയാം. ശ്രീകുട്ടി ഒരു സീരിയൽ ആക്ട്രസ്സൊക്കെ ആയിരുന്നു. അഭിഷേക് സീരിയൽ രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ വളരെ 6-7 വർഷമായിട്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറ സാന്നിധ്യമാണ് ഇവർ രണ്ടുപേരും. ഇവരുടെ ഡാൻസ് ആണെങ്കിലും ഇവരെയൊക്കെ എല്ലാം ഒരുവിധപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഇവരെ ഒരുപാട് ഇഷ്ടമാണ്. അവരുടെ ഡാൻസും അവരുടെ ആറ്റിറ്റ്യൂഡും എല്ലാം നമുക്കൊക്കെ ഇഷ്ടമാണ്. നമ്മളൊക്കെ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, ഞാനും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതൊക്കെയാണ്. പക്ഷേ എങ്കിൽ ഇപ്പോഴാണ് അവരുടെ ഉള്ളിൽ ഒരു എന്തുവാണ് ഒരു നെഗറ്റീവ്സം ഇപ്പോൾ അവർ പുറത്ത് വന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായി അവരൊരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ മാരേജ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കൊരു കുഞ്ഞ് ആവുന്നത്. അപ്പം അതിനെ സംബന്ധിച്ച് ഒരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോയെക്കുറിച്ച് ഒരുപാട് പ്രായമുള്ളവരും ഇപ്പം പണ്ടത്തെ കാലത്തെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടല്ല, പണ്ട് കാലത്തെന്ന് വെച്ചാൽ ഒരു 10 വർഷം മുന്നത്തെ ഗർഭിണികളെന്ന് വെച്ചാൽ ആ ഒരു അടക്കത്തോടും ഒതുക്കത്തോടും ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് വളരെ ലൈഫിലെ ഏറ്റവും അമൂല്യമായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അമൂല്യമായൊരു അവസരം തന്നെയാണ് അമ്മയാവുക എന്നത്. ആ ഒരു സമയം ആ ഒരു സ്ത്രീ ഏറ്റവും നല്ല കാര്യങ്ങൾ ചിന്തിക്കും, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കും, നന്നായി സംസാരിക്കും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ പ്രഗ്നൻസി പീരീഡിൽ അതിൻ്റെ കുഞ്ഞിൻ്റെ അമ്മ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ചിന്തിക്കുന്നു എന്നതിനൊക്കെ ബേസ് ചെയ്തിരിക്കും ജനിക്കുന്ന കുഞ്ഞിൻ്റെ ക്യാരക്ടറും ഡെവലപ്മെൻറ്റ്സും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ചുള്ള അറിവ് എനിക്കില്ല. എന്നാലും ഞാൻ പറയുന്നു, ഞാനിപ്പോൾ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അപ്പോൾ എൻ്റെ ഈ 2 കുഞ്ഞുങ്ങൾ, മൂത്ത ആളിന് 12 വയസ്സ്, ഇളയ ആളിന് 6 വയസ്സായി. ഞാൻ ഈ പ്രഗ്നൻസി പീരീഡൊക്കെ എന്ന് വെച്ചാൽ മാക്സിമം നല്ല കാര്യങ്ങൾ കേൾക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല വാക്കുകൾ സംസാരിക്കാനും സംഗീതം കേൾക്കും, നാമം ജപിക്കും. പിന്നെ സാധാരണയേക്കാൾ കൂടുതൽ ദൈവവിശ്വാസം നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നല്ല മൈൻഡുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഭാവിയിൽ നമുക്ക് താങ്ങും തണലും ആവാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു കുട്ടി, യോഗ്യതയുള്ള ആണായാലും പെണ്ണായാലും നല്ല ആരോഗ്യമുള്ള ഓമനത്വമുള്ള നല്ലൊരു കുഞ്ഞ് ജനിക്കണം. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. നമ്മുടെ ചിന്താഗതിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നൊക്കെ പറയും. എന്തൊക്കെ സംഭവിച്ചാലും ശരി തന്നെ, ആ ഒരു സമയത്ത് നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് പോകത്തില്ല. മാക്സിമം സൂക്ഷിച്ച് കെയർ ചെയ്ത് മുന്നോട്ട് പോവുക തന്നെയാണ് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വരെയുള്ള ഈ പ്രഗ്നൻസി പീരീഡിൽ എല്ലാ സ്ത്രീകളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രഗ്നൻസി പീരീഡ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ, എല്ലാവരുടേത് അങ്ങനെയാണോന്നില്ല, സോഷ്യൽ മീഡിയ ഒരുവിധം സോഷ്യൽ മീഡിയയിൽ അല്പം വൈറലായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം പ്രഗ്നൻസി എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയാണ് തീരുമാനിക്കുന്നത്. അതെങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും വൈറലാവാൻ വേണ്ടി എന്ത് വൃത്തികേട് കൂടുതൽ കാണിക്കുന്നവരാണ് കൂടുതൽ വൈറലാവുന്നതെന്നാണ് ഇപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇത്തരക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ആരാണോ കൂടുതൽ അലിമ്പുണ്ടാകുന്നത്, ഈ രേണുസുതി രംഗത്ത് വന്നത് മൊത്തം നെഗറ്റീവ്സും ചളുപ്പും വളുപ്പും കാണിച്ചാണല്ലോ രേണുസുതി ഇപ്പോൾ എന്തായാലും വൈറലായിരിക്കുന്നത്. അപ്പോൾ ഈ രേണുസുതി തരംഗം എല്ലാവരുടെ ഉള്ളിലും ഒരു രേണുസുതി ഉണ്ട്. ഇതിനിടയിൽ അഭിഷേക് പറയുന്ന ഒരു വലിയൊരു തമാശയുണ്ട് കേട്ടോ. അയാളുടെ ഈ ഫോട്ടോഷൂട്ട്, മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്, അയാളുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് ആളുകൾ റിയാക്ട് ചെയ്തത് അവർക്ക് കണ്ടന്റ് ഇല്ല, യൂട്യൂബിൽ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് കണ്ടന്റ് ദാരിദ്ര്യം കൊണ്ട് റിയാക്ട് ചെയ്ത് കുറേ വൈറലാവാൻ വേണ്ടി, അവർക്ക് അതുവഴി റീച്ച് കിട്ടാൻ വേണ്ടി. ഈ പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ നിങ്ങളെടുത്ത് നോക്കണം. അതിൽ എന്താണ് ഭയങ്കരമായിട്ട് കണ്ടന്റായിട്ട് കൊണ്ടുവന്ന് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി എന്തൊരു സംഭവമാണുള്ളതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ആദ്യം സ്വന്തം കുറവുകൾ മാറ്റിവെക്കണം. ആ പുള്ളിക്കാരെ ഈ കണ്ടന്റിന് വേണ്ടിയിട്ടല്ലേ ഇതിൻ്റെ ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് ആൾക്കാർ അധിക്ഷേപിച്ചതിൻ്റെ കമൻസിന് മറുപടി എന്നും പറഞ്ഞൊരു വീഡിയോ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഇതിനു മുന്നും പല മെറ്റേണിറ്റി ഷൂട്ടുകൾക്കും ആളുകൾ അധിക്ഷേപിക്കാറുണ്ട്, ആക്ഷേപം പറയാറുണ്ട്, കുറ്റപ്പെടുത്താറുണ്ട്. പിന്നെ അപൂർവം ചില ജെൻസികൾ സപ്പോർട്ടും ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവരൊക്കെ ഇതിനുള്ള റിപ്ലൈ എന്നും പറഞ്ഞൊരു വീഡിയോ കൊണ്ടുവന്നതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ അഭിഷേക് ശ്രീകുട്ടിയും കൂടെ ഇങ്ങനൊരു വീഡിയോ കൊണ്ടുവന്ന എന്താണ്, അവർക്ക് കണ്ടന്റ് ഇല്ല, കണ്ടന്റ് ദാരിദ്ര്യമാണ് ഇപ്പോൾ അവരുടെ മുന്നിലെ പ്രധാന വെല്ലുവിളി. അപ്പോൾ അവർക്ക് കണ്ടന്റിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതൊരു വിഷയം, അതവിടെ നിൽക്കട്ടെ. ഇനി നെക്സ്റ്റ് വണ്ണെന്ന് വെച്ചാൽ അയാൾ തന്നെ പറയുന്നുണ്ട്, ഈ ബിഗ് ബോസിൽ
ഒക്കെ വരാൻ പോവുകയാണ്. ബിഗ് ബോസിലത്തേക്ക് ഒരു രംഗപ്രവേശം ചെയ്യാൻ അല്ലെങ്കിൽ ബിഗ് ബോസിൽ കണ്ടസ്റ്റൻ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ അയാളെ എടുത്തിട്ട് ട്രോളുന്നത് അല്ലെങ്കിൽ അയാളെക്കുറിച്ച് നെഗറ്റീവ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേര് രേണുസുതി ഉൾപ്പെടെ ട്രോളി നെഗറ്റീവ് പറഞ്ഞ് ബിഗ് ബോസിൽ വന്ന ആളാണ് ആര്? ഈ അഭിഷേക്. അപ്പോൾ അയാൾക്ക് തന്നെ അറിയാം ഈ അയാൾ ചെയ്തു വന്ന പ്രവൃത്തിയാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാവരും നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞു വരുന്ന എല്ലാവർക്കും ബിഗ് ബോസിൽ കയറാൻ പറ്റും. അപ്പോൾ എത്ര പേര് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യണ എല്ലാ ആൾക്കാരും ബിഗ് ബോസിൽ വരാൻ പറ്റും? അങ്ങനെയൊക്കെ ബിഗ് ബോസിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ബിഗ് ബോസ് എന്ന് വെച്ചാൽ എല്ലാം ഞാൻ പറയുന്നില്ല, ബിഗ് ബോസിൽ പങ്കെടുക്കുന്നവരെല്ലാവരും കണ്ടസ്റ്റൻസ് എല്ലാം വിവരമില്ലാത്തവരാണ്. എന്നാലും മോസ്റ്റ്ലി കാണുന്നതെന്ന് വെച്ചാൽ വിവരമില്ലാത്തവരുടെയും അധിക പ്രസംഗികളുടെയും നെഗറ്റീവ് വഴി ഫേമസ് ആയവരുടെയൊക്കെ ഷോ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിഗ് ബോസ്. മനസ്സിലായില്ലേ? അതിൽ നല്ല കണ്ടസ്റ്റൻസും ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പം എടുത്തു പറയണമെങ്കിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണ കണക്കൊക്കെയുള്ള കണ്ടസ്റ്റൻസ് ഒരുപാട് പേര് നല്ല കണ്ടസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ കൂടുതലും കണ്ടസ്റ്റൻസ് പേളി മാണി അവരൊക്കെ വളരെ നല്ല മെസ്സേജസും വളരെ നല്ല ക്യാരക്ടേഴ്സും ഒക്കെ ഉള്ള കണ്ടസ്റ്റൻസായിട്ട് ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ളവരാണ്. പക്ഷേ പക്ഷേ മോസ്റ്റ്ലി നമുക്ക് കാണാൻ കഴിയുന്ന ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ബിഗ് ബോസിലോട്ട് വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച ഒരു പക്ഷേ മനസ്സിലാവും. ഈ രേണുവിന് ബിഗ് ബോസിൽ വരാൻ എന്താണ് അർഹതയുള്ളത്? രേണു അഭിനയിച്ച ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലിപ്പോ ഒക്കെ നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും രേണുവിന് ബിഗ് ബോസിൽ വരാനായിട്ട് എന്ത് യോഗ്യതയാണ് രേണുവിനുള്ളത്. ഒരു യോഗ്യത രേണുവിലില്ല. പിന്നെ അല്പവസ്ത്രധാരിയാണ്, വാ തുറന്ന പൊട്ടത്തരേ പറയൂ, ഭൂലോഹ അലിമ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഇത് വെച്ചിട്ടാണ് ബിഗ് ബോസ് ചില ആൾക്കാരെ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരിക്കൽ കൂടി പറയുകയാണ്, ചില ആൾക്കാരെ ബിഗ് ബോസിലോട്ട് സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും നമ്മളിപ്പം പറഞ്ഞു വന്നത് അഭിശ്രീയുടെ ആ വ്ളോഗ്സിന് അവർ ആ 30 മിനിറ്റിനേറെ ദൈർഘ്യമുള്ള ആ റിയാക്ഷൻ വീഡിയോ, അവർ ചെയ്ത റിയാക്ഷൻ വീഡിയോ മറുപടി പറഞ്ഞുകൊണ്ടുള്ള കണ്ടന്റ് ദാരിദ്ര്യം മൂലം ജനങ്ങളെ ഒന്നടങ്കം ഇപ്പം അവരുടെ അടുത്ത് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ 10,000 പേര് അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ അതിനെ ഒന്നടങ്കം അധിക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബിൽ അവരെ ഫോളോ ചെയ്യുന്നവരെ എല്ലാവരെയും അധിക്ഷേപിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളത് നോക്കുവാണെങ്കിൽ ഈ തെറിയൊക്കെ വന്ന് പറയുന്നത്, പരസ്യമായി തെറി വിളിക്കുന്നത്, അത് സോഷ്യൽ മീഡിയയിലായാലും എവിടെയാണെങ്കിലും അതൊരു നല്ലൊരു പ്രവണതയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ തെറിവിളി കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഈ വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവുക. കാരണം ഇതിൽ ഇത്തിരി അധികം നമ്മൾ റിയാക്ട് ചെയ്തിരിക്കുന്ന രീതി അങ്ങനെയാണ്. സോ ആദ്യം തന്നെ പറയാണ്, ഇത് കണ്ടിട്ട് ഇനി അടിയിൽ വന്നിട്ട് നിൽക്കണ്ട. അതുകൊണ്ട് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തു പോകും. ഏട്ടാ, ഈ വയറ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നു? വയറ് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എനിക്ക് ഈ ഒരു വയറ്റിനകത്ത് എൻ്റെ ഒരു കുഞ്ഞ് വെളി വരാൻ പോകുന്നു. ഇതേപോലൊരു വയറ്റിൽ നിന്നാണ് ഞാനും ജനിച്ചു വന്നത്. ഇതേപോലൊരു വയറ്റിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ വീർത്തിരിക്കുന്ന ഇത്രയും വലുതായിട്ടുള്ളൊരു വയറ് നോക്കിയിട്ട് പറയാൻ പാടുള്ളതാണോ പറയാൻ പാടില്ലാത്തതാണോ എന്നറിയത്തില്ല, കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കുറേ കുലസ്ത്രീയും കുല പുരുഷന്മാരും കൂടെ ഇരുന്നിട്ട് യൂട്യൂബിൽ കിടന്ന് കൊണ അടിക്കുന്നുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കമന്റ് സെക്ഷൻ മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ. അല്ല വീഡിയോ ചെയ്യുന്നവർ അവരവരുടെ ഇപ്പോൾ പറയുന്ന പോലെ അതിപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് റിലേറ്റ് ചെയ്ത് അവർക്ക് അറിയാം എങ്ങനെ ട്രെൻഡ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ കുറേ പേര് ഇങ്ങനെ കുലപുരുഷന്മാരായിട്ട് നിന്നാലേ അവർക്ക് ചിലപ്പോൾ ബിഗ് ബോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കയറിപ്പോകാനൊക്കെയുള്ള കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ അത് നമ്മൾ പ്രതികരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും കാര്യങ്ങളും ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആവുമല്ലോ. മേ ബി അതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ അതുകൊണ്ട് ആ ഒരു സാധനങ്ങൾ പ്രതികരിച്ചിട്ട് അവന്മാർക്കോ അല്ലെങ്കിൽ അവളുമാർക്കോ വൈറലാക്കി കൊടുക്കാനുള്ള ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഈ വയറിപ്പോ കാണിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കിടക്കുന്നുള്ളൂ. അപ്പൊ ചിലപ്പോ ചോദിക്കും, നാളെ നിന്റെ ക്ലിവേജ് കാണുമ്പോൾ നീ ചിലപ്പം അങ്ങനെ കുറച്ച് കമന്റ്സ് വന്നു കഴിഞ്ഞാൽ നീ അത് ഓപ്പൺ ചെയ്തിടുവോ? അങ്ങനെയല്ല. ഞങ്ങള് 6-7 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു. അപ്പൊ പിന്നെ വേറൊരു കാര്യം കൂടെ, സോഷ്യൽ മീഡിയയിൽ ഇത്രയും വർഷം നിൽക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിലെ കുറച്ചൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടങ്ങ് തുടങ്ങാം. ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ ഒരു 6-7 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പം ഡാൻസ് വീഡിയോസ് അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ കല്യാണം കഴിച്ച് തുടങ്ങി ഡാൻസ് തുടങ്ങിയപ്പോൾ തന്നെ നാട്ടുകാരും കമൻറ്റ് സെക്ഷൻ, അന്നത്തെ സമയത്തെന്ന് പറഞ്ഞാൽ കപ്പിൾസായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു. അപ്പോൾ ഉള്ള കമൻറ്റ്സ് എന്തായിരുന്നു അറിയാം. അപ്പോൾ ഉള്ള നാട്ടുകാരുടെ ചൊറിച്ചിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ കമൻ്റ് ഇടുന്ന
കുലസ്ത്രീ കുലപുരുഷന്മാരുടെ കമന്റ്സ് എന്തായിരുന്നു അറിയോ? നിനക്കൊക്കെ നാണമുണ്ടോ? ഭാര്യയും ഭർത്താവും കൂടെ തുള്ളി ജീവിക്കുന്നു, ആടി ജീവിക്കുന്നു. ഇതൊക്കെയായിരുന്നു അപ്പോഴത്തെ ഒരു കമന്റ് സെക്ഷൻ. നാണമുണ്ടോ നിനക്കൊക്കെ? വല്ല പണിക്കും പോടാ, തേങ്ങ മാങ്ങ, അങ്ങനത്തെ പറഞ്ഞുള്ള കമന്റ്സ് ആയിരുന്നു. അതായത് ആടി ജീവിക്കുന്നു, നിനക്ക് ഭാര്യയെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശന വസ്തുവായിട്ട് നിർത്തിയിട്ട് ആടി ജീവിക്കുന്നു, നാണമുണ്ടോ, ഇങ്ങനെയായിരുന്നു കമന്റ് സെക്ഷൻ. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം കുറച്ച് ആൾക്കാരിലേക്കൊക്കെ എത്തി, ആളുകളൊക്കെ തിരിച്ചറിഞ്ഞു. അതിന് ശേഷം വരുന്ന കമൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇമ്മോറൽ ട്രാഫിക് ആയിരുന്നു. അതായത് നമ്മൾ പിന്നെ പ്രൊമോഷൻ വീഡിയോസ് അത് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പേര് വന്ന് താഴെ കമൻറ്റ്സ് അടിക്കുന്നത്, എവിടെയാണ് ഇവർ വീഡിയോസൊക്കെ എടുക്കാൻ പോകുന്നത്, ആരുടെ മുമ്പിലാണ് പോകുന്നത്, എങ്ങനെയാണ്, ഇങ്ങനത്തുള്ള രീതിയിലായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഐഫോൺ റിലേറ്റഡ് പ്രാങ്ക് വീഡിയോ അതായപ്പോഴത്തേക്ക് കംപ്ലീറ്റ് നെഗറ്റീവായി. പിന്നെ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, നാണക്കേടായി, നശിച്ച് അവൻ. അതായത് എൻ്റെ നാട്ടിൽ അങ്ങ് ട്രിവാൻഡ്രത്തു നിന്ന് വരെ എനിക്ക് വിളി വന്നു. അത്രയും കാലം തിരിഞ്ഞു നോക്കാത്ത പട്ടികൾ, മനസ്സിലായി, അങ്ങനെ പറഞ്ഞു, ഇത്ര നേരം തിരിഞ്ഞു നോക്കാത്ത പട്ടികൾ ഒരു നെഗറ്റീവ് വന്നപ്പോൾ വിളിച്ചിട്ട്, നിനക്കിപ്പം പറ്റത്തില്ലല്ലോ, മറ്റേ നെഗറ്റീവ് ആണല്ലോ മൊത്തം എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ മൊത്തം മാറ്റിച്ചു. അതിൻ്റെ തീരെ വന്ന് കമൻറ്റ്സ് ഇടുന്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവന്മാർ കമൻറ്റ് ഇട്ടതായിട്ട് എനിക്കറിയാം, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വന്ന് ഒരു ഐഫോൺ പ്രാങ്ക് അങ്ങനെ റിലേറ്റ് ചെയ്ത് കുറേ സാധനം പോയി. അപ്പോഴും നമുക്ക് നെഗറ്റീവ്. അതിൽ നിന്ന് പിന്നെ ഇത്രയും കാലം സീരിയലിൽ കയറിയപ്പോൾ പറഞ്ഞ സീരിയലിൽ കയറി അവൻ കൊണ്ട് ഇങ്ങനെ ഓപ്പണായിട്ട് പറയാം, അവൻ കൊണ്ട് അവളെ വിറ്റ് അല്ലെങ്കിൽ അവളെ പിന്നെ കൊണ്ട് ആർക്കോ കാഴ്ച വസ്തുവാക്കി വെച്ചിട്ട് അവളെ ഇപ്പം സീരിയലിൽ കൊണ്ടുവന്നു. അവനും സീരിയലിലായി, വലിയ സംഭവം. ഭാര്യയെ വിറ്റിട്ടാണ് അവൻ. ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഞാനിപ്പോൾ ഈ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ കാണിക്കുന്ന നമ്മുടെ ശരി മറ്റുള്ളവർക്കത് ശരിയാവണമെന്നില്ല. മറ്റുള്ളവർക്കത് തീർച്ചയായിട്ടും ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ അത് തെറ്റായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? റിയാക്റ്റ് ചെയ്യും. എല്ലാ തരത്തിലും റിയാക്റ്റ് ചെയ്യും. ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും, ചിലപ്പോൾ നമ്മളെ റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ എതിർക്കും. അപ്പോൾ അതിന് നമ്മൾ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഭീകരത അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ചിട്ട് തെറി വിളിച്ച്, അതും പരസ്യമായിട്ട്, പ്രത്യേകിച്ച് ഒരു ഗർഭിണിയായി, പൂർണ്ണ ഗർഭിണി 9 മാസം കഴിഞ്ഞൊരു ഗർഭിണിയുടെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ തെറി വിളിക്കുക. ആ ഗർഭിണി ഇതെല്ലാം കേട്ട് ക്ലാപ്പ് ചെയ്യുക, അഭിനന്ദിക്കുക. എൻ്റെ ഭർത്താവ് ഇത്രയും വലിയൊരു തെറിക്കാരനാണ് എന്നതിൽ ഞാൻ അഭിനന്ദിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡിൽ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുക. എന്തൊരു അഹങ്കാരമാണ് ഇതൊക്കെ! എന്ത് കണ്ടിട്ടാണ് ഇത്ര അഹങ്കരിക്കുന്നത്? നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് വളരെ ചെറിയൊരു സമയം മാത്രമേ ഉള്ളൂ. ഈ ഒരു ചെറിയ സമയത്ത് നമ്മൾ ഈ കിടന്ന് അഹങ്കരിച്ച് സ്വയം നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസപാത്രമാവേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തികൾ ഇതിനിടയ്ക്ക് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഒരിക്കലും മറ്റുള്ളവർക്ക്, നമുക്ക് നല്ലതായിട്ട് വരുമെങ്കിലും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന പ്രവർത്തികൾ മാക്സിമം ചെയ്യാതിരിക്കുക. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. വളരെ കുറച്ച് കാലം മാത്രമേ നമുക്കുള്ളൂ. ആ ഒരു കാലയളവിനുള്ളിൽ മറ്റുള്ളവർക്ക് നമ്മളൊരു ബാധ്യതയും ശല്യവും ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? പക്ഷേങ്കിൽ ആ പുള്ളിക്കാരനും അവരും കൂടെ അവിടെ ഇരുന്ന് പറയുന്ന കേട്ടിട്ട്, ആ സ്ത്രീക്കുട്ടി എന്ന് പറയുന്നത്, ആ സ്ത്രീയും കൂടെ അവിടെ ഇരുന്ന് പറയുന്ന കേട്ടിട്ട് പുച്ഛമെന്ന് തോന്നി. നിറവയറുമായിട്ട് വന്നിരുന്ന് ഇങ്ങനെ പരസ്യമായിട്ട് സമൂഹം ഒന്നടങ്കം ആക്ഷേപിച്ച് ചീത്ത വിളിക്കുക, അതെന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക, എന്നിട്ട് അതുവഴി റീച്ച് കിട്ടുക, കണ്ടൻറ് ഉണ്ടാക്കിയെടുക്കുക, വരുമാനം ഉണ്ടാക്കുക. അവർക്ക് പരസ്യത്തിൽ നിന്ന് വരുമാനം കിട്ടുമെന്ന് പറയുന്ന അത് ആക്ഷേപം. ഈ യൂട്യൂബിൽ കിട്ടുന്ന, യൂട്യൂബിൻ്റെ തുടക്കക്കാർക്ക് പോലും അറിയാം, യൂട്യൂബിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഏതൊരു വീഡിയോയ്ക്കാണെങ്കിലും ഓരോ പരസ്യത്തിനും നമുക്ക് ഇത്ര പെർസെൻറ്റേജ് വെച്ച് വരുമാനം കിട്ടുമെന്ന്. നമുക്കിപ്പോൾ മോണിറ്റൈസ്ഡ് ആയതിനു ശേഷം നമ്മൾ ചെയ്യുന്ന ഏത് വീഡിയോയ്ക്കാണെങ്കിലും ഇത്ര പെർസെൻറ്റേജ് നമുക്കത് വരുമാനമായിട്ട് വരും, ഇൻകമായിട്ട് വരും എന്നുള്ള ഏതൊരു തുടക്കക്കാരനും അറിയാം. പക്ഷേ അത് അവർക്കത് ഇത്ര ഫീലിങ്സ് വരേണ്ട കാര്യമൊന്നുമില്ല. അവർക്കിപ്പോൾ കണ്ടൻറ്റിന് വേണ്ടിയിട്ടല്ലേ അവർ ഈ വയറുമായിട്ടൊക്കെ വന്നിരുന്ന ഈ പ്രപഞ്ചങ്ങളും പ്രഹസനങ്ങളൊക്കെ കാണിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? ചുരിദാർ ഇടുന്നതാണോ? ചുരിദാർ പിന്നെ എന്താ ഇന്ത്യൻ കൾച്ചർ ഡ്രസ് ആണോ? ലെഗിൻസ് ഇന്ത്യൻ കൾച്ചർ ഡ്രസ് ആണോ? ജീൻസ് ഇന്ത്യൻ ഇട്ടിരിക്കുന്ന ജീൻസ് ഇന്ത്യൻ കൾച്ചർ ആണോ? ഇന്ത്യൻ കൾച്ചർ മുണ്ടും സാരിയും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഇപ്പൊ 1.5 വയസ്സുള്ള ഒരു കൊച്ചിനെ തമിഴ്നാട്ടിലൊരു മറ്റവൻ തലക്കിടിച്ച് കൊന്നു. ആ കൊച്ചിന്റെ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണോ ആ കൊച്ചിനെ ഈ തലക്കിടിച്ച് ഇത്രയും ഇതാക്കി റേപ്പ് ചെയ്ത് കൊന്നത്? ഞാൻ ചോദിക്കുന്നതാണ്. ഒരു ജസ്റ്റ് മെറ്റേണിറ്റി ഷൂട്ട് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ കമന്റ്സുകൾ ഇടുന്നത്, ആലോചിക്കണം. അടുത്തത്, ഇങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗർഭിണിയാവുക എന്നത് ഒരു ഭാഗ്യമാണ്. ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, ആ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗർഭകാലത്തെ ഒരു പവിത്രതയാണ് ഈ ഫോട്ടോ. കാലത്തിന്റെ ഒരു പവിത്രത ഈ ഫോട്ടോഷൂട്ട് കൊണ്ട് കളഞ്ഞു കിട്ടി.
എന്താണ് ഈ ഒരു പവിത്രത എന്തുകൊണ്ട് എങ്ങനെ കളഞ്ഞു കുളിച്ചു എന്നാണ് നിങ്ങളത്? തൻ്റെ ഭാര്യയുടെ വയറ് നിനക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ തോന്നുന്നു? കഷ്ടം, കാശിന് വേണ്ടി ഇങ്ങനെയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? ഇതാണ് ഇവരുടെ വിചാരം. 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷപ്രഭുക്കളാണ്. എൻ്റെ പൊന്നെ മഹിരന്മാരെ ഉള്ള കാര്യം പറയാം, 10 ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞ് പൈസ തരാൻ ഫേസ്ബുക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ, മനസ്സിലായില്ലേ? 10 ഫോട്ടോ ഇട്ടിട്ട് അതുമല്ല ഭാര്യയുടെ വയറ് പ്രദർശിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നു? പ്രദർശിപ്പിച്ച് പൈസ ഉണ്ട്. അല്ല, ഇത് ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഞാനാണോ ഡിസൈഡ് ചെയ്യേണ്ടത് ഇവൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന്? ഞാനാണ് ആക്ച്വലി ഡ്രസ്സ് ചൂസ് ചെയ്തതും. അതുപോലെ അല്ല, ഇവളുടെ ഡ്രസ്സിങ്ങിൽ കയറി അഭിപ്രായം പറയാൻ ഞാൻ ആരാണ്? എൻ്റെ അമ്മയുടെ ഡ്രസ്സ് ഞാൻ കയറിയിട്ട് ഇത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അമ്മ ആ ഡ്രസ്സ് ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ എന്ന് പറയാൻ ഞാൻ ആരാണ്? അതുപോലെ തന്നെയാണ് തിരിച്ച് എൻ്റെ ഡ്രസ്സിങ് കയറി വേറൊരാൾ സ്വാതന്ത്ര്യം പറയാൻ ആരാണ്? അവരുടെ ഡ്രസ്സിങ് അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. അവൾക്കിപ്പം ഇപ്പോൾ ഈ വയറ് കാണിച്ച് നടക്കണം, അവൾ നടക്കുന്നതിന് ഞാൻ എന്ത് പറയാനാണ്? അത് അവളുടെ മാത്രം എന്താണ് കുറ്റമുള്ളത് അതാണ്. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് അവൾക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ, അവൾക്കത് മനസ്സ് കൊണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്തിനതിൽ കയറി അഭിപ്രായം പറയണം? എനിക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അത് അവളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് ഞാൻ കയറിയിട്ട് അങ്ങനത്തെ ഡ്രസ്സ് ഇടരുത്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടരുത്, നിന്റെ വയറ് കാണിക്കരുത്, എൻ്റെ മറ്റേ ഇവിടെ. രേണുവിനെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ആക്ഷേപിച്ചിട്ട് രേണുവിനെ ഫോളോ ചെയ്ത് രേണുവിനെ കണക്ക് വൈറലാവാനാണ് ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ഒരുവിധ ആൾക്കാർ ശ്രമിക്കുന്നത്. നമ്മളെ പ്രഗ്നൻസി പീരീഡ് നമുക്ക് പവിത്രമാണ്, അത് ഏറ്റവും അമൂല്യമായ ഒരു അവസരമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അമ്മയാവുക. ആ സമയത്ത് നമ്മളെപ്പോഴും നല്ല വാക്കുകൾ സംസാരിക്കാനും നല്ല പ്രവൃത്തികൾ ചെയ്യാനുമാണ് നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കണം, നല്ല ചിന്തകൾ ഉണ്ടാവണം എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേങ്കിൽ ഈ ആഫീശ്രീ വ്ളോഗ്സിൻ്റെ ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഒരല്പം കടന്നുപോയി. എന്നിട്ട് അപ്പോൾ അതിന് നെഗറ്റീവ് കമൻസും ഒരുപാട് റിയാക്ഷൻ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതിന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 30 മിനിറ്റിന് മേലുള്ളൊരു വീഡിയോ ആയിട്ട് മറുപടി എന്നും പറഞ്ഞ് ഈ കമൻസിനുള്ള മറുപടി എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഭൂമിയിലുള്ള സകല ചീത്തകളും അദ്ദേഹത്തിന് അറിയാം. ആരൊക്കെയാണ്? നമ്മൾ അഭിഷേകിനറിയാം. ചീത്തകളുടെ ഒരു മഹാപ്രളയം തന്നെയായിരുന്നു. ഞാൻ ഏതാണ്ട് എല്ലാം കേട്ട് ആ വീഡിയോ ഫുള്ള് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഈ അദ്ദേഹം ഇരുന്ന് ചീത്ത പറയുന്നത് എന്തിനാണ്? ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമൻറ്റ് പറയേണ്ട കാര്യം എന്തേര്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ചെയ്യും. അവളുടെ ഇഷ്ടമാണ്. അവൾ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവളുടെ ഇഷ്ടമാണ്. അവളുടെ ഇഷ്ടാനുസരിച്ച് അവൾ ചെയ്യുന്നതിന് നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അവളുടെ ഭർത്താവായ എനിക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്കാണ് ആ പ്രശ്നം എന്നും പറഞ്ഞാക്കി അങ്ങ് ചീത്ത വിളിച്ച് അങ്ങ് അദ്ദേഹം അർമാദിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, അവളുടെ ഇഷ്ടം അനുസരിച്ച് അവൾക്ക് ഇഷ്ടമുള്ള വേഷത്തിൽ ഇഷ്ടമുള്ള കോപ്രായ അവൾ കെട്ടുമ്പം കാഴ്ചക്കാരായിട്ടുള്ളവരെല്ലാം മിണ്ടാതെ നോക്കി നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അദ്ദേഹം വിചാരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് നല്ലൊരു പ്രവണതയാണ്. അവളുടെ ഇഷ്ടം അനുസരിച്ച് അവൾ വേഷം കിട്ടുന്നു, കോലങ്ങൾ കാണിക്കുന്നു, അല്ലെങ്കിൽ അവൾ ഫോട്ടോഷൂട്ട് എടുക്കുന്നു. എന്നിട്ട് അപ്പം നമ്മൾ കണ്ടുകൊണ്ടാ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ പോകണം. ഇനി നിങ്ങൾ പ്രസവം വേണമെങ്കിൽ പൂർണ്ണമായിട്ടും ലൈവായിട്ട് കാണിക്കൂ, അതല്ല നിങ്ങൾക്ക് സൗകര്യം പോലെ എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണോ? അവർ പറയുന്നതിന് എല്ലാത്തിനും കൂടെ നിന്നില്ലെങ്കിൽ അവർ മറ്റുള്ളവരെ തെറി വിളിക്കൂ. നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളാം. എന്നാൽ മറ്റുള്ളവർ പ്രേക്ഷകർ ഏകദേശം 10 ലക്ഷത്തിലധികം പേര് അവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ സബ്സ്ക്രൈബേഴ്സ് മൊത്തം അവരെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അവർ യൂട്യൂബിൽ നിന്നങ്ങ് പിന്മാറി പോകുന്നതല്ലേ ഏറ്റവും നല്ലത്. ഇതൊക്കെ പോട്ടെ. പക്ഷേ എങ്കിൽ ഇതിൽ 1-2 കമൻറ്റ്സ് അയാൾ തെറി വിളിച്ചത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അത് അയാൾ തന്നെ പറയുന്നുണ്ട്, അയാളുടെ പിതൃത്വത്തെയും അവരുടെ ശ്രീകുട്ടിയുടെ മാതൃത്വത്തെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് 1-2 കമൻറ്റ്സ്. അത്തരക്കാർക്ക് എന്തായാലും തെറി കൊടുക്കണം. അതിപ്പം തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. അതിപ്പം പിതൃത്വത്തെയും മാതൃത്വത്തെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് നിന്നാൽ ആരാണെങ്കിലും തെറി വിളിക്കും. അതിപ്പം തെറ്റല്ല. അത് അയാൾ പറഞ്ഞത് തെറി വിളിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ ആ വീഡിയോ കേട്ട് നോക്കിയാൽ മനസ്സിലാവും, കണ്ടു നോക്കിയാലും മനസ്സിലാവും. പിന്നീട് പക്ഷേ ഇതിൽ ഏറ്റവും എനിക്ക് രസമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ചില സമയത്ത് അയാൾ പറയുന്നൊരിതുണ്ട്, ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ വീഡിയോ, അത് കാണാൻ താല്പര്യമില്ലാത്തൊരു അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊയ്ക്കൊള്ളണം, ഞങ്ങളിങ്ങനെയൊക്കെ തന്നെയാണ്. ഓസി ടാക്കീസ്, അതായത് നമ്മുടെ കൃഷ്ണകുമാർ സാറിൻ്റെ, നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളാണ് ദിയ. ആ ദിയയുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് കണ്ടിട്ടാണോ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നതെന്ന് ആൾക്കാർ ചോദിക്കുന്നത്. ഇപ്പം നടൻ കൃഷ്ണകുമാറിന് എന്തായാലും 4 പെൺമക്കളുണ്ട്. എല്ലാവർക്കും അറിയാം ഈ 4 പെൺമക്കളും അവർ തോന്നിവാസികളായിട്ട് ജീവിക്കുന്നവരാണ്.
പാശ്ചാത്യ സംസ്കാരത്തിൽ ജീവിക്കുന്നു. അവരവരുടെ ഇഷ്ടപ്പെട്ടവരുടെ കറങ്ങി നടക്കുന്നു, വൈകിട്ട് വീട്ടിൽ വരുന്നു, അല്പവസ്ത്രധാരികളാണ്. അവർ ഇന്ത്യയിലും കേരളത്തിലൊന്നും ജനിച്ചവരല്ല. അവർക്കും പ്രശ്നം എന്താണ്, എങ്ങനെയെങ്കിലും വൈറലാവണം, സബ്സ്ക്രൈബേഴ്സ് വേണം, പിന്നെ റീച്ച് കിട്ടണം. അതിനു വേണ്ടി നമ്മൾ സിംസ് ഇട്ടും അങ്ങനത്തെ പുറത്ത് പറയാൻ അറയ്ക്കുന്ന വേഷങ്ങളിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നവരാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ മക്കൾ. ഇപ്പോൾ അദ്ദേഹം നടനാണെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് വിചാരിച്ചിട്ടോ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മക്കളോ കാണിക്കുന്ന സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. പക്ഷേങ്കിൽ അദ്ദേഹം തന്നെ മക്കളെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം എതിർത്തിട്ട് ഒരു കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. എതിർത്താലും നാണം കിടത്തുള്ളൂ. 4 എണ്ണോ തോന്നിയാസികളാണ്. ഈ 4 എണ്ണത്തിനെ എതിർത്ത പുള്ളിക്കാരനും ഭാര്യ ഒറ്റപ്പെടുകയില്ല ചെയ്യുക. അതുകൊണ്ട് അവരെ ഇഷ്ടമനുസരിച്ച് പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അതാണ് ആ ഒരു വീട്ടിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമ്മൾ അതിലോട്ട് പോകേണ്ടത്. നമ്മളിപ്പം പറഞ്ഞു വന്നത് അഭിഷേകിൻ്റെയും ശ്രീകുട്ടിയുടെയും കാര്യമാണ് പറഞ്ഞു വന്നത്. ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ അഭിഷേകോ ശ്രീകുട്ടിയെ കാണുന്നെങ്കിൽ അവരൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ പിതൃത്വത്തിനെയും മാതൃത്വത്തിനെയും ചോദ്യം ചെയ്തവരെ നിങ്ങൾക്ക് തെറി വിളിക്കാം, ആക്ഷേപിക്കാം, അവർക്കെതിരെ നിങ്ങൾക്ക് നിയമപരമായി നടപടിയെടുക്കാം, മുന്നോട്ട് പോകാം, എല്ലാം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പിതൃത്വത്തിനെയും മാതൃത്വത്തിനെയും ചോദ്യം ചെയ്തവർക്ക്. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ കുറ്റപ്പെടുത്തുന്നവരോ അല്ലെങ്കിൽ ന്യായീകരിക്കുന്നവരെ നിങ്ങൾക്കൊന്നും പറയാനുള്ള അർഹതയില്ല. ഇത് സോഷ്യൽ മീഡിയയാണ്. ഇവിടെ ആര് പ്രധാനമന്ത്രി ചെയ്താലും, മോഹൻലാൽ ചെയ്താലും, മമ്മൂട്ടി ചെയ്താലും, ഏത് സെലിബ്രിറ്റി എന്ത് വൃത്തികേട് കാണിച്ചാലും നല്ലത് ചെയ്താലും അതിന് നെഗറ്റീവും പോസിറ്റീവും വരും. പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ മോൾക്കെതിരെ പോലും അല്യൂഷൻ ഉണ്ടായാൽ അത് അന്വേഷണം വരും. അതിന് കമൻസ് വരും, നെഗറ്റീവ് കമൻസ് വരും, പോസിറ്റീവ് കമൻസ് വരും, എല്ലാം ഉണ്ടാവും. അപ്പം നിങ്ങളൊരു VIP ആണെന്ന് നിങ്ങൾ സ്വയം വിചാരിച്ചെന്നും പറഞ്ഞ് മറ്റുള്ളവർക്ക് നിങ്ങൾ VIP ആവണമെന്നില്ല. കോമൺ പീപ്പിളാണ്. കോമൺ പീപ്പിൾ ആയാലും VIP ആയാലും ആരായാലും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ അതിന് കമൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഇത് പോസിറ്റീവായിരിക്കും, ചിലപ്പോൾ ഇത് നെഗറ്റീവായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തതായിരിക്കും. പക്ഷേ എങ്കിൽ അതിന് നിങ്ങൾ നെർവസ്സായിട്ട് പരസ്യമായിട്ട് അധിക്ഷേപവും തെറിവിളിയൊന്നും നടത്തരുത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നാളെ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുമായിരിക്കും. വിളിച്ചോ, എനിക്കിതൊന്നും പ്രശ്നമല്ല. ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ഇനിയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും വളരെ രസകരമായൊരു വീഡിയോ ആണ്. എന്തായാലും നിങ്ങളിതെല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണണം. കണ്ടിട്ട് കമൻറ്റ് നിങ്ങൾ ഇടണം കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ഇടണം. ലൈക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യണം. മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ ടു ആൾ.